അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വമ്പൻ വിജയമാണ് ഇപ്പോൾ BJPക്ക് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നതെന്ന് എടുത്തു പറയേണ്ടി വരും. അതും ഇന്ത്യ സഖ്യം ഭരിക്കുന്ന ഒരിടത്ത്, അതായത് കോൺഗ്രസും അതോടൊപ്പം തന്നെ JMMും ഭരിക്കുന്ന ജാർഖണ്ഡിൽ ഇപ്പോൾ പ്രതിപക്ഷമായിരിക്കുന്ന BJPക്ക് വലിയൊരു വിജയം നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതും ഭരണം പിടിച്ചെടുക്കുന്ന തരത്തിൽ കോൺഗ്രസ് JMM ശക്തി കേന്ദ്രങ്ങളിലുൾപ്പെടെ തകർത്തെറിയുന്ന തരത്തിൽ ഭരണം പിടിച്ചെടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്ന വാർത്ത തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലാണ് ഈ ഒരു വലിയ വിജയം ഇപ്പോൾ BJPക്ക് നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത് തന്നെ. അതായത് നഗര തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥികളുടെ വിജയം എന്ന് പറയുന്നത് വലുതായിരുന്നു. ജാർഖണ്ഡ് BJP യൂണിറ്റ് അത് ആഘോഷിക്കുകയും ചെയ്തിരിക്കുകയാണ്. അതായത് തെരഞ്ഞെടുപ്പിൽ 13 മേയർ വിജയങ്ങളും 387 കൗൺസിലർ വിജയങ്ങളും BJP പിന്തുണയുള്ള സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. JMM കോൺഗ്രസ് സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളിലുള്ള അതൃപ്തിയാണ് ഈ ഒരു വിജയം ഇപ്പോൾ BJPക്ക് നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത് എന്നാണ് BJP പറയുന്നത് തന്നെ. ഇത് തീർച്ചയായിട്ടും കോൺഗ്രസിനും JMMനും വളരെ വലിയ തോതിൽ ഇപ്പോൾ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ജാർഖണ്ഡിൽ എന്ന കാര്യത്തിൽ സംശയമില്ല. വിശദമായി പറയുകയാണെങ്കിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ പ്രകടനത്തിനും പാർട്ടിയെ താഴെത്തട്ടിൽ ശക്തിപ്പെടുത്തുന്നതിൽ അവർ വഹിച്ച പങ്കിനും പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളെ BJP ജാർഖണ്ഡ് യൂണിറ്റ് അഭിനന്ദിച്ചിരുന്നു. പാർട്ടി അടിസ്ഥാനമാക്കിയല്ലാത്ത തെരഞ്ഞെടുപ്പ് നടന്നെങ്കിലും മത്സരാർത്ഥികൾ ഭൂരിഭാഗത്തിനും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയുണ്ടായിരുന്നു. BJP സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള ആദിത്യ പ്രസാദ് സാഹു, ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അരുൺ സിംഗ്, റാഞ്ചി MP സഞ്ജയ് സേത്ത്, മുൻ മുഖ്യമന്ത്രി അർജുൻ മുണ്ട തുടങ്ങിയ മുതിർന്ന പാർട്ടി നേതാക്കളും മറ്റു നേതാക്കളും BJPയിൽ വിജയിച്ചു കയറിയ കൗൺസിലർമാരെ അഭിനന്ദിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു. സംസ്ഥാനത്ത് ഇപ്പോൾ നടന്ന ULB തിരഞ്ഞെടുപ്പിൽ ഏകദേശം 387 BJP പ്രവർത്തകരാണ് വാർഡ് കൗൺസിലർമാരായി വിജയിച്ച് കയറിയിരിക്കുന്നത്. റാഞ്ചി മുനിസിപ്പൽ, മേദിനി നഗർ, ആദിത്യപൂർ മുനിസിപ്പൽ കോർപ്പറേഷനുകളുടെ മേയർ സ്ഥാനവും BJP പിന്തുണയുള്ള സ്ഥാനാർത്ഥികൾ നേടിയെടുക്കുകയായിരുന്നു. ഇതൊരു തുടക്കം മാത്രമാണെന്നും തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാവരോടും പ്രധാനമന്ത്രി മോദിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് സാമൂഹിക മാറ്റം കൊണ്ടുവരാനും അവർ പ്രതിനിധീകരിക്കുന്ന മേഖലകൾ വികസിപ്പിക്കാനും സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള സാഹു പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു വലിയ തോതിലുള്ള തിരിച്ചടിയാണ് സംഭവിച്ചിരിക്കുന്നത്. അതായത് ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കാനായിട്ട് അവിടെ ഇപ്പോൾ BJPക്ക് സാധിച്ചിരിക്കുന്നു. കോൺഗ്രസിനും JMMനും ഒരു കനത്ത തിരിച്ചടിയാവുന്ന തരത്തിലോട്ട് ഇപ്പോൾ ജാർഖണ്ഡിലെ ഈ ഒരു തെരഞ്ഞെടുപ്പ് ഇപ്പോൾ മാറിയിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല.